എൻ്റെ പേര് ജീസൻ പള്ളിപ്പാട്ട്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ സെൻറ്റ് തോമസ് ഫോറൻ ചർച്ച് അമ്പഴക്കാടിലെ അംഗമാണ്. എൻ്റെ വൈഫ് ലിയ ജീസൻ. എനിക്ക് 4 മക്കളാണ്. മൂത്ത മകളാണ് കാത്ലിൻ മാരി ജീസൻ, രണ്ടാമത്തെ മോള് ക്ലെയർ റോസ് ജീസൻ, മൂന്നാമത്തെ ആൾ മകനാണ് സെബാസ്റ്റ്യോ ജീസൻ, ഏറ്റവും ഇളയാള് ടോമസ് ജീസൻ. അപ്പച്ചൻ മരിച്ചു, അമ്മ ഞങ്ങളോടൊപ്പമാണ് ഉള്ളത്. ഞങ്ങളുടെ ആദ്യത്തെ മകള് കാത്ലിൻ മാരി ജീസൻ, അവൾ 8th ഗ്രേഡിൽ പഠിക്കുന്നു. കാത്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി ആക്റ്റീവ്, വെരി അംബീഷ്യസ്. അതേപോലെ തന്നെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും കാത്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റിയുടെ ഒപ്പം തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാത്ലിൻ നല്ലൊരു കുക്കാണ്. കാത്ലിൻ നന്നായിട്ട് റോബോട്ടിക്സ് കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. രണ്ടാമത്തെ ആള് ക്ലെയർ റോസ് ജീസൻ, വെരി ലവിങ് ആണ്. എല്ലാ കുസൃതികളും ഒക്കെ ആയിട്ട് വീട് ഫില്ല് ചെയ്യുന്നത് ക്ലെയർ ആണ്. ക്ലെയർ ഒരുപാട് റീഡ് ചെയ്യുന്ന ആളാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് പ്രത്യേകം ഇഷ്ടവും, അല്ലെങ്കിൽ അത് ഒരു കാര്യം പെട്ടെന്ന് അത് ബൈഹാർട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. ജൂഡോയിലാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ജിക്സോ പസിൽസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ക്ലെയറും, അതേപോലെ സ്കൂളിലുള്ള യൂത്ത് ഫെസ്റ്റിവൽ കാര്യങ്ങളിലെല്ലാത്തിലും പ്രൈസ് വിന്നേഴ്സാണ് രണ്ടുപേരും. മൂന്നാമത്തെ ആള് സെബാസ്റ്റ്യോ ജീസൻ. ചേച്ചിമാരെ പോലെ തന്നെ എല്ലാ ഇവൻസിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എല്ലാ സ്പോർട്സും ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടം സ്കേറ്റിംഗ് ആണ്. സ്കേറ്റിംഗ് ഡിസ്ട്രിക്ട് ലെവൽ, ഇനിയിപ്പം നെക്സ്റ്റ് മന്ത് സ്റ്റേറ്റ് ലെവല് പോകാനുള്ള പ്രാക്ടീസ്. ഏറ്റവും കൂടുതൽ ടേബിള് അടക്കി പറക്കി വയ്ക്കുന്നത് ചിലപ്പോൾ സെബാസ്റ്റ്യോ ആയിരിക്കും. ഏറ്റവും ഇളയ ആള് ടോമസ് ജീസൻ. മോൻ പ്ലേ സ്കൂളിൽ പോകുന്നു. കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് 4 പേരുടെ കൂടെ ഉണ്ട്. പാട്ടും ഡാൻസും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഭാവിയായിട്ട് കൊണ്ട് നടക്കുന്നത് ടോമസിനെയാണ്. എൻ്റെ ഫാമിലിയിലായാലും ലിയയുടെ ഫാമിലിയിലായാലും ഞങ്ങൾ രണ്ടുപേരുടെ ഫാമിലിയിലും 4 മക്കളാണ് വിധമാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ മക്കൾ വേണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ ഒരു കുടുംബത്തെ നയിക്കുന്ന കാര്യത്തെ ഓർത്ത്, അല്ലെങ്കിൽ അവരെ വളർത്തേണ്ട കാര്യങ്ങളും അതിൻ്റെ ചലഞ്ചസും എല്ലാം ഓർത്ത് കുറച്ച് ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു ഒരുങ്ങി ഒക്കെയാണ് അതിനുവേണ്ടി ശ്രമിച്ചിരുന്നത്. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ബിഗ് ഫാമിലി എന്നുള്ള തീരുമാനം ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കൂടെ ഒരു ഭാഗമാണ്. കൂടുതൽ കുട്ടികൾ വേണമെന്നുള്ളത് ഓരോ കുട്ടികൾക്ക് ശേഷം ആണ് ഞങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എനിക്ക് 2 ചേച്ചി, ചേട്ടൻ, ഞാനും എൻ്റെ വീട്ടിൽ 4ാമത്തെ ആളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ അവരുടെ ആ ഒരു കരുതലും, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും, എനിക്കത് എൻ്റെ ലൈഫിൽ എന്നും അതൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ചേച്ചിയുടെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ, അവരായിരുന്നു എൻ്റെ ഒരു വലിയൊരു ബലം. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചപ്പോൾ, ഞാൻ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കും കൂടുതൽ കുട്ടികളെ വളർത്തണമെന്നൊരാഗ്രഹം, ജീസനും ഞാനും അതിന് തയ്യാറായി. രാവിലെ ഒരു 5 മണിയാവുമ്പോൾ എണീക്കാറുണ്ട് ഞാൻ. അതിനുശേഷം ഒരു ചെറിയൊരു പേഴ്സണൽ പ്രയർ, അത് ചിലപ്പോൾ ഒരു 91-ാം സങ്കീർത്തനം, ഒരു ബൈബിൾ വചനം അതൊന്ന് വായിച്ച് 1 മിനിറ്റ് ഒന്ന് ശാന്തമായിരുന്നതിന് ശേഷമാണ് ഞാൻ ദിവസം തുടങ്ങുന്നത്. ഇപ്പം 4 പേർക്കും ലഞ്ച്, സ്നാക്സ് ഇതെല്ലാം കൊടുത്തു വിടണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം കുറച്ച് കാര്യങ്ങൾ ഒതുക്കി വെച്ചതിന് ശേഷം മൂത്തവരെ ആദ്യം തന്നെ കാത്തീനെയും ക്ലെയറിനെയും വിളിച്ചെണീപ്പിക്കും. അവർ റെഡിയായി ഒരു 15 മിനിറ്റ്സിന് ശേഷമായിരിക്കും ഇളയ ആൾക്കാരെ വിളിക്കുന്നത്. ഒരു 8:20 ഒക്കെ ആകുമ്പോഴത്തേക്കും ബസ് വരും. ഇളയാളെയും ഒക്കെ ഇവർ റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും.
എസ്പെഷ്യലി ലഞ്ച് പാക്ക് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് അവർ തന്നെ എടുത്തു വെക്കും. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ അടുത്താണ് മോനെ പ്ലേ സ്കൂളിലേക്ക് ആക്കിയത്. അല്ലെങ്കിൽ ഫുൾ ഡേ അവൻ എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ എസ്പെഷ്യലി വെള്ളിയാഴ്ചകളിൽ ഞാൻ ഒരു ഓൺലൈൻ ബൈബിൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു മീറ്റിംഗ്, അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ബൈബിൾ റീഡ് ചെയ്യുന്നുണ്ട്. ഒരു 4 മണി 4:05 4:10 ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ചു വരുന്നു. അപ്പോൾ 4 പേരും വരുമ്പോഴത്തേക്കും ഒരുപാട് വിശേഷങ്ങളുണ്ടാവും. അപ്പോൾ അവരവരുടെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരിക്കും. പതിയെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ച് അന്നത്തെ മെയിൻ കുറച്ച് അവരൊന്ന് ബ്രീഫ് ചെയ്യും. പിന്നെ വന്ന് സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും ഇളയാൾ അപ്പോഴായിരിക്കും കുറച്ച് ഫ്രീ ആയി പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരായിട്ട് പങ്കുവെച്ച് പിന്നെ അതിനുശേഷമാണ് അവർ ഓരോരുത്തരായിട്ട്, മൂത്തവർ തന്നെ കുളികളും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇളയവർ ഞാൻ ഹെൽപ്പ് ചെയ്യും. ചില ദിവസങ്ങളിൽ മോൻ സ്കേറ്റിംഗ് പ്രാക്ടീസിന് വിടും. 5:36 ഒക്കെ ആകുമ്പോഴത്തേക്കും ജീസനെത്തും. അതിനുശേഷമാണ് ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഫാമിലി പ്രെയർ. അത് കഴിഞ്ഞ് ഡിന്നറ്. ഞങ്ങൾ എല്ലാ ദിവസവും ഫാമിലി പ്രെയർ ഒരു 7:30 ആകുമ്പോഴാണ് ചെല്ലാറ്. അത് വീക്ക്ലി ബേസിസ് കാത്ലിൻ ആദ്യത്തെ വീക്ക് ചെയ്യും, രണ്ടാമത്തെ വീക്കായിരിക്കും ക്ലെയർ. സെബാസ്റ്റ്യോ 2-ലായതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ പഠിച്ചു വരുന്നുള്ളൂ. ഏറ്റവും ഇളയാൾ ടോമിസ് കളിച്ചും ചിരിച്ചൊക്കെ ആണെങ്കിലും പാട്ടുകളിലൂടെയും ഒക്കെ ഞങ്ങളെല്ലാവരും ചേർന്ന്, അമ്മച്ചിയും ജീസനും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പ്രാർത്ഥന ചൊല്ലാറ്. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും സ്തുതി കൊടുത്ത് അങ്ങനെ എന്നും ഞങ്ങൾ അന്നത്തെ അവരോട് ചോദിക്കും. എസ്പെഷ്യലി ഇപ്പം എനിക്ക് അവർ വരുമ്പോൾ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അറിയാൻ പറ്റാറുണ്ട്. ജീസൻ ആ സമയത്താണ് അന്നത്തെ കാര്യങ്ങൾ കൂടുതൽ അവരോട് ചോദിച്ചറിയാറുള്ളത്. അപ്പോൾ അന്നത്തെ ഓരോ ദിവസവും സംഭവിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന പ്രാർത്ഥനാ ജീവിതവും എല്ലാം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയാണ്. എന്നെ സംബന്ധിച്ചോളം ഈ സമ്പത്തും മക്കളും തമ്മിലുള്ള ആയിട്ടുള്ള ബന്ധം എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. കാരണം മക്കളെ ദൈവമാണ് തരുന്നത്, ദൈവം തന്നെ അതിനുള്ള വഴി കാണുന്നതാണ് എൻ്റെ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ കുഞ്ഞു വരുമ്പോഴും നമ്മൾ ഒരിക്കലും അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ഓരോ അനുഗ്രഹങ്ങളും ഓരോ മക്കളിലൂടെയാണ് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. പലരും നമ്മോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെ ഇത് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഉത്തരം, ദൈവത്തിന് നമ്മുടെ ഒരു ടൈം മാനേജറായിട്ട് വെച്ചാൽ ആണ് ഞാൻ കണക്കാക്കുന്നത്. യേശുവാണ് നമുക്ക് വേണ്ട എല്ലാം ക്രമീകരിച്ച് തരുന്നത്. ആ യേശുവിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ സമയത്തും അവരുടെ നല്ല കഴിവുകളും അല്ലെങ്കിൽ സ്കൂളിലായാലും അവരുടെ പഠനത്തിലായാലും എല്ലാത്തിലും അവർ വളരെ സ്മാർട്ടാണ്. ഏറ്റവും മികവുറ്റ രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഓരോ മക്കൾ വരുമ്പോഴും സാമ്പത്തികമായാലും നമ്മൾ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരു ബ്രോഡായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമ്മളുടെ ലൈഫിലായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നു കയറും. നമ്മൾ ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് 3ാമത്തെ ആൾ ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വിറ്റ്നസ് ചെയ്ത ഒരു കൊറോണ ക്രൈസിസും, അപ്പോൾ അത് എല്ലാവരെയും ഹിറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാ സ്ഥലങ്ങളിലും നമ്മളും അത് കുറച്ച് ഫേസ് ചെയ്തു. പക്ഷേ നമ്മൾ ഇപ്പം ടോമിസ് അല്ലെങ്കിൽ 4ാമത്തെ കുട്ടി കടന്നു വന്നു. അപ്പോൾ ആ സമയത്ത് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ക്രൈസിസും ഒക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ആ എല്ലാ തടസ്സങ്ങളും മാറി നമ്മൾ കുറച്ചും കൂടിയും ദൈവത്തിൻ്റെ ആ ഒരു ശക്തി അനുഗ്രഹവും നമ്മൾ അനുഭവിച്ചറിയാണ് ഉണ്ടായിട്ടുള്ളത്. ലിയ വളരെ കെയറിങ് ആണ്.
എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ് ഒത്തിരി നന്നായിട്ട് ആലോചിച്ച് അതിൻ്റെ മാക്സിമം എല്ലാ വശങ്ങളെപ്പറ്റി ചിന്തിച്ച് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വളരെ രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ അമ്മയുടെ അടുത്തായാലും എല്ലാം വളരെ മാനേജ് ചെയ്ത് എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാം സ്നേഹത്തോടു കൂടി കൊണ്ടുപോകുന്നുണ്ട്. നല്ല കെയറിങ് ആണ്. എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യാതെ അല്ലെങ്കിൽ അത് സാരമില്ല, അങ്ങനെ ആ ഒരു രീതിയാണ് ജീസൺ സ്വീകരിക്കാറുള്ളത്. കുട്ടികളെ ആയാലും കുട്ടികളെ സ്റ്റേജ് ലെവൽ കോമ്പറ്റീഷൻസിനായാലും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ലിയ തന്നെയാണ്. കുട്ടികളുടെ കാര്യങ്ങളിൽ ജീസൺ ഏറ്റവും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ലിയയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ലിയയുടെ ഫാദറും മദറും ഉണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. ലിയ അന്ന് ധരിച്ചിരുന്നത് ഒരു ഓറഞ്ച് കളർ ചുരിദാറാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ജീസൺ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ആണ് ധരിച്ചിരുന്നത്. എപ്പോഴും ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിലും എല്ലാം സംഭവിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കാം, ചിലപ്പോൾ ലിയ ആയിരിക്കാം. ഞങ്ങൾ അങ്ങനെയില്ല, രണ്ടുപേരും ആരാണ് ആദ്യം സെറ്റിലാവുന്നത് അത് അങ്ങനെ സെറ്റിലായി പോകുന്നതാണ് സാധാരണ പതിവ്. അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെ അനുസരിച്ചിരിക്കും. ചില കാര്യങ്ങൾ ജീസൺ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യം ഞാൻ പറയാറുണ്ട്. എനിക്ക് അത്രയും ഞാനത് പല കാര്യങ്ങളും ഉള്ളിൽ വെച്ചപ്പോൾ അങ്ങനെ തോന്നിയതാണെന്ന് ഞാനും സോറി പറയാറുണ്ട്, ജീസനായാലും പറയാറുണ്ട്. ഒരു ദിവസത്തിൽ കൂടുതൽ മേ ബി രാത്രി ചിലപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും, പക്ഷേ ഒരു ഉറക്കത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഞങ്ങളുടെ പണക്കങ്ങൾ നീണ്ടു പോവാറില്ല. ആസ് എ പേഴ്സൺ ഞങ്ങൾക്ക് പേഴ്സണൽ പ്രയർ ഉണ്ട്, ജപമാല അർപ്പിക്കാറുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ, നമ്മൾ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്ന ഒരു സമയമുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക്. അപ്പോൾ കൂടുതലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പേഴ്സണൽ പ്രയർ ഉണ്ട്. കിടക്കുന്നതിന് മുമ്പ് ഒരു പേഴ്സണൽ പ്രയർ ഞങ്ങൾ ചെല്ലാറുണ്ട്. ആ സമയത്താണ് അന്നത്തെ ദിവസത്തെ നമ്മുടെ വിഷമങ്ങളുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ സന്തോഷങ്ങളുണ്ടെങ്കിൽ അതിന് നന്ദി പറയും. ഇതെല്ലാം ചെയ്യുന്നത് ആ സമയങ്ങളിലാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറച്ച് നേരം, ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സമയമാണ് എനിക്ക് രാവിലെ കിട്ടുന്നത്. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻ നമ്മൾ റിവൈവ് ചെയ്യുമ്പോൾ അന്ന് ഒരു ഫുൾ ഡേ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ സമയങ്ങളിൽ ഞാനത് പാട്ടെന്നുള്ള രീതിയിൽ വെച്ച് അതോടൊപ്പം കിച്ചണിലുള്ള ജോലി ചെയ്യുന്നതോടൊപ്പം പ്രാർത്ഥിച്ച് അങ്ങനെയും പോവാറുണ്ട്. അപ്പോൾ ആ ഒരു ഇത് രണ്ടും പേഴ്സണൽ പ്രെയർ ആസച്ച് ഇത് രണ്ടും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുട്ടികളുടെ പഠനപരമായി എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ വൈകുന്നേരങ്ങൾ വരുമ്പോൾ ഞാൻ അവരെ ചില സമയങ്ങളിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട്. കൂടുതലും ലിയ തന്നെയാണ് അത് നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാലും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാനത് ചെയ്യാറുണ്ട്. അങ്ങനെ കുട്ടികളെ ആയാലും പുറത്ത് കോമ്പറ്റീഷൻസിനായാലും പുറത്ത് കൊണ്ടുപോകുന്നതായാലും ഞാനാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെ സ്കേറ്റിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ കുട്ടികളെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്സ് പഠിപ്പിക്കാനായാലും പുറത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഞാനാണ് കുട്ടികളെ കൊണ്ടുപോയി അതിനു വേണ്ടി ട്രെയിനിങ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാറ്. ഇവരുടെ കോമ്പറ്റീഷൻസിനായാലും ഞാനാണ് അവരെ കൂടെ പോകുന്നത്. നമ്മൾ ഒരു 4 പ്രസവിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ സൗന്ദര്യം ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഏജിങ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. അതിപ്പോൾ ഞാൻ പ്രസവിച്ചാലും പ്രസവിച്ചില്ലെങ്കിലും ദാറ്റ് വിൽ ഹാപ്പൻ. അപ്പോൾ മാത്രമല്ല ഞാൻ എൻ്റെ ലൈഫിലെല്ലാം നോക്കിക്കാണുന്നത് ഈശോയോടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ ഈശോയിലുള്ള വിശ്വാസം, ഈശോയോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ലൈഫിൽ യേശു എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാനാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. കൊറോണ സമയങ്ങളിൽ കുട്ടികളുടെ സ്കൂളുകളെല്ലാം അടച്ച് കുട്ടികൾ ഇപ്പോൾ എല്ലാം വീട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് കാത്ലിൻ 2ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്, ക്ലെയർ LKGയിലും. അപ്പോൾ അന്നേരം കാത്ലിൻ പുതുതായിട്ട് എന്ത് പഠിക്കാൻ സാധിക്കും? ഇപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് കിട്ടുന്നത്. അപ്പോൾ പുതുതായിട്ട് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അന്ന് കോഡിങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കാത്ലിൻ ആദ്യമായിട്ട് ബിൽഡ് ചെയ്തത് ജീസസ് ആർമി എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പാണ്. ആപ്പ് പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് വഴി കുട്ടികൾക്ക് കൂടുതൽ യേശുവിനെ അറിയാനും നമ്മുടെ സെയിൻസിൻ്റെ സ്റ്റോറീസ് പഠിക്കാനും അതിനെല്ലാം ആപ്പ് സഹായിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് കാത്ലിൻ റോബോട്ടിക്സിലേക്ക് തിരിയുന്നതും റോബോട്ടിക്സുമായി നാഷണൽ ലെവലും റീജിയണൽ ലെവലും നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവൽ വരെ എത്താനും കാത്ലിൻ സഹായിച്ചത്. ഇക്കൊല്ലമായാലും കാത്ലിൻ നാഷണൽ ലെവലിൽ ബെസ്റ്റ് ടെക്നിക്കൽ സൊല്യൂഷൻസ് അവാർഡ് എന്നുള്ളൊരു അവാർഡ് കാത്ലിന്
ഇക്കൊല്ലം 2025 കിട്ടിയിട്ടുണ്ട്. 2024 വേൾഡ് റോബോട്ടിക് ഒളിമ്പ്യാഡ് ഫൈനലിൽ ആൾക്ക് 3rd മെഡൽ വിത്ത് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഹോളി ലാൻഡ് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പോകുമ്പോൾ നമുക്ക് യൂറോപ്പൊക്കെ ഒന്ന് പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കുട്ടികൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഫാത്തിമയിലും ലൂർദിലും പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയ്ക്കും ഒരു അഭിപ്രായം ഉണ്ടാവും, ലിയയ്ക്കും ഒരു അഭിപ്രായം ഉണ്ടാവും, എൻ്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവും. എന്നാലും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ആ അഭിപ്രായത്തിനെ ക്രോഡീകരിച്ച് ഒരു അവസാനം ഒരു ഡിസിഷനിൽ എത്തിച്ചേരാനാണ് ഞാൻ ചെയ്യുന്ന പതിവ്. അങ്ങനെ ഒരു ബാലൻസാണ് ഞാൻ എപ്പോഴും ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു രീതിയാണ് എപ്പോഴും ഞാൻ എടുക്കാറ്. അവരുടെ എല്ലാ പാരൻസും വളരെ സ്നേഹത്തോടും കഷ്ടപ്പെട്ടിട്ടാണ് ഏതൊരു പാരൻ്റായാലും വളർത്തിക്കൊണ്ടുവരുന്നത്. നമുക്ക് ചെറിയ സങ്കടങ്ങളോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടാകുമ്പോഴും ഇന്ന് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുമ്പോൾ അതേ താല്പര്യത്തോടും അതേ കരുതലോടും കൂടി തന്നെയാണ് അമ്മച്ചിമാരായാലും അപ്പച്ചന്മാരായാലും അപ്പോൾ ഓരോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. പക്ഷേ നമ്മൾ അവരുടെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് ചില സങ്കടങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അതിനെല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അത് തരണം ചെയ്യാൻ എന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 4 പിള്ളേരും ചെറിയ ഏജ് ആകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടേതായി തന്നെ ഒരു സമയം കിട്ടൽ വളരെ കുറവാണ്. എന്നാലും അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഉള്ളപ്പോൾ ഞങ്ങൾ അത് അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. എനിക്ക് ജീസനായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് എനിക്ക് ഫുൾ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യത്തിലായാലും കുട്ടികളുടെ കാര്യത്തിലായാലും. മേ ബി അതൊരു ഡേ ടു ഡേ ബേസിസിൽ നമുക്ക് നടക്കണമെന്നില്ല. എന്നിരുന്നാലും ഒരാഴ്ചയിൽ ഞങ്ങൾ മാക്സിമം എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരുമിച്ച് പെട്ടെന്ന് ചിലപ്പോൾ കുട്ടികളുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ആ യാത്രയിൽ ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ള കുട്ടികളുടെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ പേഴ്സണലി ഉള്ള കാര്യങ്ങളായാലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ സൺഡേസ് എപ്പോഴെങ്കിലും അതിന് സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ വിശ്വാസത്തിലൂന്നി ജീവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയും ജപമാലയും ദൈവഭക്തിയും മുറുകെ പിടിച്ചാലാണ് നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കാം. നമുക്ക് തെറ്റുപറ്റിയാലും ദൈവത്തിലൂന്നി നമ്മൾ ജീവിച്ചാലാണ് നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ. കുമ്പസാരം ഞാൻ അധികം വൈകിപ്പിക്കാറില്ല. ഞങ്ങൾ പരസ്പരം ഇപ്പോൾ ജീസനായാലും ഞാനായാലും ഇപ്പോൾ ഞങ്ങളുടെ 2 കുട്ടികളാണ് അതികുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ചിലപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഞങ്ങളങ്ങനെ കുമ്പസാരിക്കും. അല്ല ചില സമയത്ത് ജീസനായിരിക്കും പോകുന്നത്. അപ്പോൾ കുമ്പസാരം ഒരു 3 ആഴ്ചയെ കൂടുതൽ ഞങ്ങളൊരു ഗ്യാപ്പ് എടുക്കാറില്ല. ഇനി എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് നമ്മളത് ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ വിൽ മേക്ക് ഷുവർ ഞങ്ങളൊരു കുമ്പസാരവും ഒരു കുർബാന ബലിയർപ്പണത്തിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അതിലേക്ക് അത് പങ്കെടുക്കാറുള്ളത്. എത്ര പ്രാവശ്യം ദിവ്യബലി അർപ്പിക്കണം, ഓരോ ദിവ്യബലിയിൽ നിന്നും നമുക്ക് പുതിയ പുതിയ ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് നമുക്ക് ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ജപമാല പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ പേടിയാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, നമ്മൾ പഠിച്ച വചനം ഓർമ്മയില്ലേ, അതൊരു 2 പ്രാവശ്യം പറയാമോ? അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കും ഒരു കോൺഫിഡൻസ് പോലെ. അപ്പോൾ ഞാൻ പറയും, നോക്കിക്കേ, നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടല്ലേ ഈശോയുടെ വചനത്തിന് ശക്തിയുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? മേ ബി സംടൈംസ് അപ്പോൾ അവരത് സ്കോർ ചെയ്യുമ്പോൾ അപ്പോൾ അവരെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ആണ് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ യുവാക്കൾ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം വളരെ നേരത്തെ വിവാഹം ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു നല്ല കുടുംബജീവിതം നയിക്കുവാനും കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകി അവർ വിശ്വാസത്തിലൂന്നിയുള്ളൊരു ജീവിതം നയിക്കുവാനും വളരെ അധികം സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന കുദാശയിലേക്ക് നമ്മൾ വളരെ നേരത്തെ കടന്നു വരിക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കൊരു ഞങ്ങളുടേതുപോലെ ഒരു ബിഗ് ഫാമിലിയെ നമുക്ക് ഡ്രീം ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാനും അതുകൊണ്ട് നമ്മൾ ഒരു ജീവിതാന്തസ്സിലേക്ക് നേരത്തെ കടന്നു വരുമ്പോൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഞാൻ ദശാംശം കൊടുക്കാറുണ്ട്. ഞാൻ പള്ളിയിലേക്കായാലും അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായാലും ഞാൻ എപ്പോഴും എന്നാൽ കഴിയുന്നത് ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, എക്സാം എഴുതുന്നു, പിന്നെ അല്ലെങ്കിൽ വെക്കേഷനുള്ളൊരു വിശ്വാസോത്സവം, അത് മാത്രമായിരുന്നു നമ്മുടെ മതബോധനം. പക്ഷേ ഇന്നിപ്പോൾ അവരുടെ ബുക്കുകൾ കുറച്ചും കൂടി കളർഫുള്ളാണ്, ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ചെറിയ ക്ലാസ്സിലാണെങ്കിലും വന്ന് ആ ഹോംവർക്കും കളറിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ട്. മൂത്ത മകള് 8th പഠിക്കുന്നത്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മകൾ ക്ലെയർ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ മകൻ സെബാസ്റ്റിയോ 2ലാണ് പഠിക്കുന്നത്. 4ാമത്തെ മകൻ ബൈബിൾ നഴ്സറിയിൽ പോയി തുടങ്ങിയിട്ടില്ല. അടുത്ത കൊല്ലം മുതൽ അവനെയും അതിൽ വിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇടവകയിലാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് അവർ കൊടുക്കാറുണ്ട്. മാതാവിൻ്റെ 8 നോമ്പിൻ്റെ സമയത്ത് മാതാവ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കോസ്റ്റ്യൂം എന്നുള്ള രീതിയിൽ അപ്പോൾ മോള് ക്ലെയർ റോസമിസ്റ്റിക്ക മാതാവായിട്ട് പോയി. അത് അവൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ മാതാവിൻ്റെ 8 നോമ്പ് ജന്മദിനത്തിൻ്റെ പെരുന്നാളിന് കുഞ്ഞുങ്ങൾ മാതാവിന് ഒരു സമ്മാനം ആയിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി. പിന്നെ കാറ്റലിനാണെങ്കിൽ റോസറി മേക്കിംഗ് ആണെങ്കിലും അവർക്ക് പൂക്കൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനൊക്കെ അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് അവർ ഈ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതവരുടെ മനസ്സിലുണ്ടാവും. ഒരു പക്ഷേ അവർ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസറേക്കാൾ ഉപരി വിശ്വാസം കുറച്ചും കൂടി ആഴപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ. ചർച്ചിൻ്റെ ആക്ടിവിറ്റീസിലായാലും CLC അങ്ങനെയുള്ള സംഘടനകൾ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. മൂത്ത മോളുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ പോകാനും അതിൽ ആക്ടിവിറ്റീസെല്ലാം പങ്കെടുക്കാനും പ്രത്യേകം നമ്മൾ പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. ദൈവവിശ്വാസത്തിൽ വളരുക, അതാണ് പ്രത്യേകം അതിലൂന്നിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ കാത്തിയോട് ഇപ്പം സിസ്റ്റേഴ്സ് ആയാലും അച്ഛനായാലും ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അവളത് പഠനത്തിൻ്റെ എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും അവളത് മേക്ക് ഷുവർ ചെയ്യും, ഷി വിൽ ഡു ഇറ്റ്. അതേപോലെ കൂട്ടുകാരെ ഒരുമിപ്പിക്കാനായിട്ട് പ്രത്യേകം വാട്സാപ്പ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു എഫേർട്ട് ഇടുന്ന കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു നല്ലൊരു റിസൾട്ടാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ പറയുമെങ്കിലും അവരത് വളർച്ചയിലേക്ക് വരുമ്പോൾ അവർ ആ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന കാണുമ്പോൾ മാതാപിതാക്കളായി ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ യുഗത്തിലാണല്ലോ നമ്മൾ ഉള്ളത്. ഇപ്പോൾ ഇമേജസ് ആയാലും നമ്മുടെ ന്യൂസ് ആയാലും അപ്ഡേറ്റ്സ് ആയാലും പെട്ടെന്ന് സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയനെ കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനാണ് ആ കാര്യം നമ്മൾ ന്യൂസ് ആയാലും പ്രചരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. എനിക്കും ഫേസ്ബുക്കും ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പോസ്റ്റിങ്ങും അല്ലെങ്കിൽ റീൽ എന്ന് പറയണത് വളരെ ലിമിറ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും എൻ്റെ ഡേ മിക്കവാറും അത്യാവശ്യം ഒക്യുപ്പൈഡ് ആണ്. എന്നിരുന്നാലും ഇപ്പം എല്ലാവരുടെ എന്തെങ്കിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. മൂത്ത ആള് ആണ് ഇപ്പോൾ 8th, അവളാണ് ഒരു ടീനേജിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവർ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടെങ്ങാൻ പോകുമ്പോൾ മാത്രമാണ് ഒരു സെൽഫോൺ ആസച്ച് ആൾക്ക് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അക്കൗണ്ട് വഴിയായിട്ടായിരിക്കും ആളുടെ ഫ്രണ്ട്സിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും. പിന്നെ അതേപോലെ തന്നെ TV ടൈം ഞങ്ങൾ അത് 4 പേർക്കും കൂടിയും കാണാവുന്ന രീതിയിൽ ഒരു കോമൺ സ്പേസിൽ അപ്പോഴാണ് അവരെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കാണുന്നത്. അതിന് ഒരു ഫിക്സഡ് ടൈമുണ്ട്. കാത്ലിനും ക്ലെയർ ആയാലും 2024 വേൾഡ് റോബോട്ടിക് ഒളിമ്പിയാഡിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യനെ റെപ്രസെൻറ്റേറ്റാണ് പോയത്. ടർക്കിയിൽ 94 രാജ്യങ്ങൾ പങ്കെടുത്തൊരു ഇവൻ്റായിരുന്നു അത്. അതിലവർ പങ്കെടുത്ത് അവർക്ക് 3rd പൊസിഷൻ വിത്ത് ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചു. അവരായാലും അവരുടെ സക്സസ് സ്റ്റോറി, റോബോട്ടിക് ജേർണി അവർ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുമ്പോൾ അവർ സക്സസ് ഈസ് ഗോഡ്സ് ഗ്രേസ് എന്ന് പറയാനാണ് എനിക്ക് എപ്പോഴും സന്തോഷം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ലേറ്റായിട്ടാണ് എല്ലാവരും മാരേജിലോട്ട് വരുന്നത്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി നേരത്തെ ചെയ്യുന്നതാണ്, കുറച്ചുകൂടി നേരത്തെ മാരേജിലോട്ട് വരുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചും കൂടി കുട്ടികൾ കുറച്ചും കൂടി അവർ ഏജ് ആകുമ്പോൾ
നമ്മൾ ഒരുപാട് കുറച്ചധികം ഓൾഡ് ആവില്ല, എന്നാലും ഒരു കുട്ടികളൊരു 20-25 ഒക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു ഒരു 40 to 50 മിഡിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ അറിയാനും കൂടുതൽ ഇടപെടാനും കുറച്ചുകൂടി കൂടുതൽ അവരായിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് നല്ലത് തന്നെയാണ്. ഏർലി ആയിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ നേരത്തെ മാരേജിലേക്ക് കടന്നു വരുന്നു. അപ്പം നമുക്ക് രണ്ടുപേർക്കും വൈഫ് ഹസ്ബൻഡ് ആ ബോണ്ടിങ്ങിലേക്ക് വരുവാനും നമുക്ക് മക്കളെ സ്വീകരിക്കുമ്പോൾ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ആ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാം നമുക്ക് പറ്റുന്നത് നമ്മൾ യങ് ഏജിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ എന്ത് ഫിസിക്കൽ ചലഞ്ച് ആയിക്കോട്ടെ, മെൻ്റലി അവരുടെ എന്ത് ടാൻഡ്രംസ് ആണെങ്കിലും നമുക്കത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏത് ക്രൈസിസിൻ്റെ സമയത്താണെങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഒരു ആൻസർ ദൈവം നമുക്ക് എല്ലാ കാര്യത്തിലും തന്നിട്ടുണ്ട്. രാരി രാരി